ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم. വീതിൽ ബഹുശരായ ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, താലിമീങ്ങളെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. സമയം വളരെ കുറവാണ്. അൽഹംദുലില്ലാഹ്. 2-3 വർഷമായി ഞാൻ ഇവിടുത്തെ ഉറൂസിൽ പ്രഭാഷണം നടത്താറുണ്ട്. ഇവന്ന് കഴിഞ്ഞ വർഷം അല്ല വന്നില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹു എനിക്കൊരു ഭാഗ്യം തന്നു. ഇവിടുത്തെ മഖാമിൽ കിടക്കുന്ന മഹാരഥനുമായിട്ടൊരു ഫാത്തിഹ ഓതുന്ന ഒരു ബന്ധം, എന്തോ ഒരു സ്നേഹം. അപ്പോൾ അൽഹംദുലില്ലാഹ്, എല്ലാ വർഷവും ഇവിടെ വരാൻ ഒരു അവസരം പടച്ചുറപ്പ് തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ ബന്ധം സ്വർഗം വരെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വേറെ ഒന്നിലേക്കും കിടക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. 10 മണിക്കാണ് നമ്മുടെ മൈക്ക് ഓഫ് ആക്കേണ്ടത്. മാക്സിമം പോയാൽ 10:30 വരെ, അതിനപ്പുറം ഇല്ല. അതുകൊണ്ട് ഈ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. നിങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു നിൽക്കുമ്പോൾ ഒരു വലിയ തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു തിരക്ക് ഫീൽ ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ആകെ ഉള്ളത് 1.25 മണിക്കൂറാണ്. ആ 1.25 മണിക്കൂർ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാക്കുക.
ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ നമ്മൾ വെറുതെ കളയുന്നു. പക്ഷെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന 1.25 മണിക്കൂറാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലെ സ്വർഗമെന്ന് വിശേഷിപ്പിച്ച ഈ ഇൽമു പറയുന്ന മജ്ലിസിൽ അള്ളാഹു തന്ന ആയുസിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ആ സ്വർഗത്തിലിരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നവരാവുക. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് കയറിയിരിക്കുക. അള്ളാഹു പറയുവാനും കേൾക്കുവാനും അൽഹംദുലില്ലാഹ് പറയുന്നത് മുഴുവനും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. ശൈഖുന അൽഹംദുലില്ലാഹ് മുശാവറയിലേക്ക് ഉസ്താദ് അവറുകളേക്ക് തെരഞ്ഞെടുത്തു. അൽഹംദുലില്ലാഹ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് മരിക്കുന്ന കാലം വരെ ദീനിനെ ദഅവത്ത് ചെയ്യാൻ അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ പുറകിൽ നടക്കാൻ അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുന്നതിൽ എനിക്കും പ്രയാസമുണ്ട്. അങ്ങനെ ഇരുന്ന് പ്രസംഗിച്ചിട്ട് ശീലമില്ല. പക്ഷെ ശാരീരികമായി ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് സുഖമില്ല എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേര് ദുആ ചെയ്തവരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കൊലപാതകം എന്ന് പറയുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് കൊലപാതകം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു അത്ഭുതമാണ്. കൊലപാതകം എന്ന് ഒരു കൊല നടന്നു എന്നുള്ള വാർത്ത പത്രത്തിന്റെ ഏറ്റവും ഫ്രണ്ട് പേജിലൊക്കെ വരും. ഒരു കൊലപാതക വാർത്ത കേൾക്കുമ്പോൾ നടന്നു എന്നറിയുമ്പോൾ നമുക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. അതൊക്കെ വലിയ ഒരു കുറ്റമായി, വലിയൊരു വിഷയമായി നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കൊലപാതകം എന്ന് പറയുന്നത് സാധാരണ ഒരു വാർത്തയായി മാറിയിരിക്കുന്നു. ഇന്ന് ഏത് ദിവസം പത്രം എടുത്തു നോക്കിയാലും വർക്കത്തിന് വേണ്ടി ഒരെണ്ണമുണ്ട്. വാപ്പ മക്കളെ കൊല്ലുന്നു, മക്കള് മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു, കൂടപ്പുറപ്പുകൾ പരസ്പരം തമ്മി തല്ലി ചാവുന്നു, എടാ കൂടെ പഠിച്ചവനെ കൂട്ടുകാരെ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ ഒരുമിച്ച് കുടിച്ചും കളിച്ചും നടന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പത്രമെടുത്ത് നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കൊലപാതക വാർത്ത കേൾക്കും. അതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. കൊലപാതകം നടത്തിയവൻ ശംഖം ഭരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം. കള്ളും കഞ്ചാവും മയക്കുമരുന്നും അതൊക്കെ ഇന്ന് സാധാരണയായി മാറിയിരിക്കുന്നു. അതിന്റെ ഉപയോഗം വല്ലാതെ കൂടിയിരിക്കുന്നു. ഓരോ ദിവസവും പടച്ചവനെ ഈ ഉമ്മത്തിന്റെ അനുയായികൾ വർക്കത്തിന് വേണ്ടി പത്രത്തിന്റെ വാർത്തകളിൽ ഏത് വാർത്ത കിടക്കുമ്പോഴും അതിനകത്ത് ഈ സമുദായത്തിന്റെ അനുയായികളുണ്ട് എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാതെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറുഭാഗത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ സാധാരണ ഒരു പ്രവർത്തനത്തെ പോലെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് പടച്ചവനെ ഈ സാഹചര്യം, മനുഷ്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറം ഈ വളർന്നു വരുന്ന യുവതലമുറ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം കണ്ടാൽ അള്ളാഹുവെ പടച്ചവനെ, മാതാപിതാക്കൾ തന്നെ ചിന്തിക്കുകയാ, ഇനി ഇവരെ എങ്ങനെ അള്ളാഹ് നന്നാവുക. ഉപദേശങ്ങൾ കൊടുത്തു നോക്കി, ഒരുപാട് നസീഹത്തുകളും ഉപദേശങ്ങളും പലതും ചെയ്തു നോക്കി. എന്നിട്ടും ഇന്നത്തെ തലമുറ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഈ സമുദായത്തിന് ഒരു ഇസ്സത്ത് ഉണ്ടായിരുന്നു, ഒരു വിലയുണ്ടായിരുന്നു എനിക്ക് നിങ്ങൾക്കും. നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം, നമ്മുടെ നാട്ടിലേക്ക് ദീനിന്റെ ദഅവത്തുമായി കടന്നു വന്നവര്, ഈ നാട്ടിലെ ഹൈന്ദവനും അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികളും എല്ലാവരും ഇനി കൈകൾ നീട്ടി സ്വീകരിച്ചിരുന്ന ഒരു കാലം നമുക്ക് പറയാനുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, വഴിയെ പോകുന്നവനും വരുന്നവനും എന്തും പറയാൻ കഴിയുന്ന ഒരവസ്ഥ. ആർക്ക് വേണമെങ്കിലും എന്തും പറയാം, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെ ഈ ഉമ്മത്ത് കടന്നു പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, ആ കാലഘട്ടത്തിൽ നബിതങ്ങൾ പറയുന്നു, ഭക്ഷണപാത്രത്തിലേക്ക് ചുറ്റുഭാഗത്തിരിക്കുന്നവര് മുഴുവനും
ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം വെച്ചിരിക്കുന്നു. ആ പാത്രത്തിലേക്ക് ചുറ്റുഭാഗത്തിരിക്കുന്നവർ മുഴുവനും കഴിക്കുന്നതിന് വേണ്ടി കൈനീട്ടുന്നത് പോലെ എന്റെ സമുദായത്തിന്റെ നേരെ ജനങ്ങൾ കടന്നു വരുന്ന ഒരു കാലം വരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എവിടെയും ഈ ഉമ്മത്ത് ഒറ്റപ്പെട്ടു പോകുന്നു. നമ്മളുടെ വിഷയം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുവാൻ പലരും ഭയപ്പെടുന്നു. രാഷ്ട്രീയക്കാരാകട്ടെ ആരുമാകട്ടെ നമ്മളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം കാരണം അവര് പോലും നമ്മുടെ കൂടെ കൂടാൻ തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നതല്ല. എന്തുകൊണ്ടാണ് പടച്ചവനെ മുസ്ലിം സമുദായം ഇങ്ങനെ അധപ്പതിക്കാനുള്ള കാരണമെന്താ? എവിടെ നോക്കിയാലും എല്ലാവരും മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്തുകയാ, പരിഹസിക്കുകയാ, കളിയാക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് പഠിക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ, അതിന്റെ പ്രതിവിധികൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയി പോകാനുള്ള കാരണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നില്ല. പേര് കൊണ്ട് മുസ്ലിമായിരിക്കുകയാണ്. പേരിട്ടെന്ന് പറഞ്ഞു സിറാജെന്നോ അബൂബക്കറെന്നോ മിസ്അബെന്നോ ഉമൈറെന്നോ ഖദീജയെന്നോ ഫാത്തിമയെന്നോ നഫീസയെന്നോ ഭക്തിമാരുടെയും മഹാന്മാരുടെയും പേരിട്ടതിന്റെ പേരിൽ ഒരു മനുഷ്യനും യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി ജീവിക്കണം. അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആദരിക്കുകയാ, എല്ലാവരും ബഹുമാനിക്കുകയാ, എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം എങ്ങനെയാകണമെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലെയാകണമെന്നറിയുമോ? ഞാനും നിങ്ങളും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. 2 ദിവസം ലീവ് കിട്ടിയാൽ കുടുംബസമേതം എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നവരാണ്. ലീവ് ഉണ്ടായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടുകയാണ്. അവര് മുസാവറ നടത്തുകയാണ്. പടച്ചവനെ, കറങ്ങാൻ പോകാനുള്ള സ്ഥലങ്ങൾ പരസ്പരം മുസാവറ ചെയ്യുകയാ. അപ്പോഴാണ് ഒരാള് പറഞ്ഞു മൈസൂർ പോകാം, ഒരാള് പറഞ്ഞു ബാംഗ്ലൂര് പോകാം, ഒരാള് പറഞ്ഞു മൂന്നാറ് പോകാം, ഒരാള് പറഞ്ഞു ഊട്ടിയും കൊടൈക്കനാലിലും പോകാം. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാ പറയുന്നു മൈസൂർ പോയതാണ്, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോകാം. ഊട്ടിയും കൊടൈക്കനാലും കണ്ടതാണ്, അതുകൊണ്ട് പോകാത്ത ഒരു സ്ഥലത്ത് പോകാം. പടച്ചവനെ, ഒരു പ്രാവശ്യം കണ്ടുപോയ സ്ഥലമുണ്ടല്ലോ, അവിടെ പോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ പോയ ഒരു മനുഷ്യനാകട്ടെ, ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം പോയ മനുഷ്യനാകട്ടെ, അവന് കഅബാലയത്തിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാൽ പോയതാണ്, കണ്ടു മടുത്തു, ഇനി വേറെ എവിടെയെങ്കിലും പോകാം എന്ന് ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ പറയാറില്ല. അവൻ എത്ര കണ്ടാലും മതി വരുന്നില്ല, അവൻ എത്ര കണ്ടാലും കൊതി തീരുന്നില്ല. കഅബാലയം കാണാൻ പിന്നെയും പിന്നെയും ആഗ്രഹമാണ്. അത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവന് വല്ലാത്ത ഒരു ആനന്ദമാ, കാണാൻ വല്ലാത്ത ഒരു സന്തോഷമാ. പടച്ചവനെ, ആ കഅബാലയത്തിന്റെ മുറ്റത്തൊന്ന് ചെല്ലുമ്പോൾ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാൻ, മഖാം ഇബ്രാഹിം ഒന്ന് തൊടാൻ, ഹിജ്ർ ഇസ്മായിലിനകത്തൊന്ന് കേറാൻ, എന്ത് ത്യാഗം സഹിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് ഒന്ന് തൊടുവാനോ ചുംബിക്കുവാനോ വല്ലാതെ പരിശ്രമിക്കുകയാണ്. എന്തൊരാർത്തിയെന്നറിയുമോ, എന്തൊരാഗ്രഹമെന്നറിയുമോ? പടച്ചവനെ, എത്ര കണ്ടാലും കൊതി തീരാതെ കഅബയുടെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒന്നും കാണാനില്ലടോ. ആ കറുത്ത കില്ല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ കഅബാലയം, അതിലേക്ക് നോക്കിയിരിക്കുമ്പോ എന്തൊരാനന്ദം
സുഗന്ധമാണെന്നറിയുമോ? പടച്ചവനെ അവസാനം വിടവാങ്ങലിന്റെ തവാഫ് കിടക്കുമ്പോ ആ മതാഫിലൂടെ വിടവാങ്ങലിന്റെ തവാഫ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഓരോ തവാഫ് കഴിയുമ്പോഴും അവന്റെ ഹൃദയം ഒന്ന് പിടയ്ക്കുകയാ. അവസാനം ഏഴാമത്തെ തവാഫ് കഴിഞ്ഞു. കഅബയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പിരിയുകയാണ്. അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്. കഅബയോട് സലാം പറഞ്ഞ് പിരിയുകയാണ്. അങ്ങനെ കഅബയുടെ മുമ്പിൽ നിന്ന് തിരിച്ചു മടങ്ങി പോകുമ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, അവസാനത്തെ സിയാറത്താക്കല്ലേ അല്ലാഹ്, ഇത് അവസാനത്തെ സിയാറത്താക്കരുത്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം വരാറ് എനിക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനെ എന്ന് ഏതൊരു മനുഷ്യനും കൊതിക്കുമടോ. കഅബാലയത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. കഅബയോട് എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ്. ഇതുപോലെയാണ്